ആദ്യം ശശിധരൻ മർദ്ദിക്കുന്നത് ഞാൻ സ്റ്റേഷനിലേക്ക് എത്തുന്നതിലും ഒരു 20 മീറ്റർ മുന്നേ വന്നിട്ടാണ് ഈ SI ആയിരുന്നിട്ടുള്ള നുഹ്മാൻ സാറാണ് ബാക്ക് ഡോർ തുറന്നു കൊടുക്കുന്നത് ഈ ശശിധരനെ തല്ലാൻ വേണ്ടിയിട്ട്. ശശിധരൻ എൻ്റെ കഴുത്തിനെ അടിച്ചതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി, നീ സ്റ്റേഷനിലേക്ക് വായോ, നിനക്കുള്ളത് തരണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് പോരുന്നത്. അതിനുശേഷം സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഇവർ മർദ്ദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ നിന്ന് ആദ്യമേ പറയാനുള്ളത്, ഈ വിഷ്വൽസ് കണ്ടുകൊണ്ട് പൊതുജനം, അതുപോലെ നമ്മുടെ മുഴുവൻ ഈ കേരളത്തിലെ എല്ലാ പൊതുജനവും നമുക്കുള്ള തന്നിട്ടുള്ള സപ്പോർട്ട്, അതുപോലെ നമുക്ക് പാർട്ടി, നമ്മുടെ കോൺഗ്രസ് പാർട്ടി തന്നിട്ടുള്ള സപ്പോർട്ട്, എല്ലാത്തിനും ഈ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ തന്നിട്ടുള്ള സപ്പോർട്ട് എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു നന്ദി പറയുകയാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ നേതാവ് കളിക്കണ്ട, അതായത് നിന്റെ എത്ര വലിയ ആൾക്കാരുണ്ടെങ്കിലും വരട്ടെ. അത് CCTVയിൽ പ്രത്യേകം പറയുന്നുണ്ട്. എൻ്റെ ജ്യേഷ്ഠനായ നിതീഷാണോ നിന്നെ സപ്പോർട്ട് ചെയ്യുക, നിതീഷാണോടാ എന്ന് സന്ദീപ് പറയുകയുണ്ടായി. അതിനുശേഷം എൻ്റെ വർഗീസേട്ടൻ സന്ദീപിനെ ഫോൺ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതിൽ വർഗീസേട്ടൻ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, നാളെ നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ആൾക്കാർ എന്ന് വെച്ചാൽ അവർ ബിസിനസ്സിൻ്റെ എന്തൊന്നും ചെയ്യുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ല രീതിയിൽ അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. സത്യം പറയാൻ വെച്ചാൽ ഇത്രയും മാത്രം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും സുപ്രീം കോടതി ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനിലെ CCTVകൾ കാര്യക്ഷമമല്ല, അങ്ങനെയാണ് സുമോട്ടോ കേസ് എടുത്തിട്ടുള്ളത്. നിയമ പോരാട്ടം സുപ്രീം കോടതി ബോധിപ്പിക്കേണ്ടതുമായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് പാർട്ടി നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ കേസിൽ സുപ്രീം കോടതി കക്ഷി ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളെ അഞ്ചാമത്തെ ആൾക്ക് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നമ്മുടെ ഇതുവരെ കേസ് നടത്തിയ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കോടതി തുറക്കുന്ന ദിവസം പെറ്റീഷൻ ഫയൽ ചെയ്യും എന്നും അത് പാർട്ടി നിർദ്ദേശപ്രകാരം അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ കൂടുതലുള്ള വിഷമം എന്താ വെച്ചാൽ ഈ DIG ഹരിശങ്കർ ആദ്യം പറഞ്ഞ നടപടി, ഇദ്ദേഹം ഈ വിഷ്വൽ മുന്നേ കണ്ടിട്ടുള്ള ആളാണ്. ഇദ്ദേഹം ഇത് കണ്ടതിന് ശേഷം അദ്ദേഹത്തെയും കൂടി പ്രതിയാക്കിയിട്ട് ഒരു വധശ്രമം ഉണ്ടെങ്കിൽ വധശ്രമത്തിന് കേസ് എടുക്കണമെങ്കിൽ വധശ്രമം മുന്നേ കണ്ട ആള് ഈ DIG ഹരിശങ്കറാണ്. എന്നിട്ട് വളരെ ലാഘവത്തോടു കൂടി ഞങ്ങളെല്ലാം എടുത്ത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ